Hello dears, welcome to another vlog. യെസ് എഗെയിൻ ഇതൊരു ട്രാവൽ വ്ളോഗാണ്. ഒരു ചെറിയ ഫാമിലി ട്രിപ്പ് പോവുകയാണ് നമ്മൾ ടു വാഗമൺ. വാഗമൺ മാത്രമല്ല, പാഞ്ചാലിമേട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പോകുന്ന എങ്ങോട്ടേക്കാണെന്നൊക്കെ നോക്കിയിട്ട് സമയമൊക്കെ നോക്കിയിട്ട് നമുക്കതൊക്കെ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളായിരിക്കും ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടില്ലേ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇന്ന് കുറച്ച് ഗ്രീനാണ്. ആൻഡ് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ വ്ളോഗിൽ കുറച്ചധികം ഗ്രീൻ ആയിട്ടുള്ള മീൻസ് എന്താ ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ്. യാത്ര ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ യൂഷ്വലി കുറച്ച് ഹാപ്പി ആയിരിക്കും. കുറച്ചധികം നേരത്തെ, സാധാരണ എണീക്കുന്നതിനെക്കാട്ടും നേരത്തെയൊക്കെ എണീറ്റൊന്നൊക്കെ ഇരിക്കും. ബിക്കോസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഡേയിൽ. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ, വിശേഷങ്ങൾ ഒക്കെ നമുക്ക് കാണാം. ഇതെൻ്റെ ഫസ്റ്റ് വാഗമൺ ട്രിപ്പാണേ. ഇതിന് മുൻപ് ഞാൻ കോട്ടയത്ത് ഡിഗ്രി ചെയ്യുമ്പം കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് വാഗമണ്ണ് പോകണമെന്ന്. അന്നൊക്കെ ഹോസ്റ്റലുകളിൽ സ്റ്റുഡൻസൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാവുന്ന കണ്ടിട്ടുണ്ട്. വാഗമൺ ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണോ അതോ കോട്ടയം ഡിസ്ട്രിക്റ്റിലാണോ എന്നുള്ളതിൻ്റെ പേരിൽ. നമ്മുടെ ട്രിപ്പിൻ്റെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ഫസ്റ്റ് കാണാൻ വന്നത് പാഞ്ചാലിമേടാണ്. ഈ ഒരു സ്ഥലം എനിക്ക് തോന്നുന്നു ഇപ്പോൾ റീൽസിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കാം അത്യാവശ്യം ആളും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പൊതുവേ ഈ ഒരു സ്ഥലം കാണാൻ വരുന്നവർക്ക് സജസ്റ്റ് ചെയ്യുന്നത് വിൻ്റർ ടൈം ആയിരിക്കും. കാരണം ഹിൽ സ്റ്റേഷനൊക്കെ ആകുമ്പോൾ ആ ഒരു ടൈമിന് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണുന്നതിനൊരു പ്രത്യേക ഫീൽ ഉണ്ടാവും എന്ന് തോന്നുന്നു. ഇടുക്കി ജില്ലയിലാണ് കേട്ടോ പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സ്ഥലത്തിന് പാഞ്ചാലിമേട് എന്ന പേര് വരാനുള്ള പ്രധാന കാരണം മഹാഭാരത കഥകളിലൊക്കെ പ്രശസ്തമായിട്ടുള്ളൊരു കഥാപാത്രമല്ലേ പാഞ്ചാലി. അതെ, പാഞ്ചാലിയും പാണ്ഡവന്മാരും പണ്ട് വനവാസം ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഈ പാഞ്ചാലിമേട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് അത്തരത്തിലൊരു പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ഗുഡ് ഫ്രൈഡേ പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളും ഇവിടെ പ്രത്യേക പ്രാർത്ഥനയും കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട്. അവിടെ നിന്നിറങ്ങി നമ്മൾ നേരെ പോകുന്നത് വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു വെള്ളച്ചാട്ടം എന്നുള്ള രീതിയിലൊന്നും അത്ര എക്സ്പെക്റ്റേഷനോട് പോയാൽ ഈ ഒരു ടൈമിൽ നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ ഈ ഒരു രീതിയിലുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഏകദേശം ഒരു മൺസൂൺ സീസൺ ജൂൺ ടു സെപ്റ്റംബർ ടൈമിലൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു നല്ല എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പരുന്തുംപാറ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ടാണേ. പരുന്തുംപാറ എന്ന പേര് ഈ സ്ഥലത്തിന് വരാനുണ്ടായ കാരണമായിട്ട് ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ വിശ്വസിക്കുന്നത് ഈ സ്ഥലത്തിലെ പാറകൾക്ക് പരുന്തിൻ്റേതായിട്ടുള്ള രൂപസാദൃശ്യമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മറ്റു ചില ആളുകളുടെ വിശ്വാസപ്രകാരം പണ്ട് ഈ സ്ഥലത്തൊരു വലിയ പരുന്ത് താമസിച്ചിരുന്നെന്നും ആ പരുന്തായിരുന്നു ഈ സ്ഥലം സംരക്ഷിച്ചുകൊണ്ടിരുന്നതും എന്നാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പെഡൽ ബോട്ടിംഗ് മാത്രമാണ് നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. അവിടെ നിന്ന് അടുത്തതായിട്ട് ഞങ്ങൾ കാണാൻ പോയ സ്ഥലം തങ്ങൾപ്പാറയാണേ. സീ ലെവലിൽ നിന്ന് ഒരു ഏകദേശം 2500 അടി ഉയരത്തിലായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. ട്രക്കിങ്ങിനൊക്കെ ആയിട്ട് ആളുകൾ സ്ഥിരമായിട്ട് വരുന്നൊരു സ്ഥലം കൂടിയാണിത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ലൊക്കേഷനിൽ നിന്നുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ കാഴ്ചയൊക്കെ കാണുന്നത്. നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ കോടയൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. തങ്ങൾപ്പാറയ്ക്ക് തൊട്ടടുത്തായിട്ടുള്ള സേവ് ദ ഡേറ്റ് ഫോട്ടോസിലൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലൊക്കേഷനുണ്ട്. അവിടെ പോയി ഫോട്ടോ എടുക്കണമെന്നും അവിടുത്തെ ആ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ പക്ഷേ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് പറ്റില്ല എന്നവർ പറഞ്ഞു. പക്ഷേ ചില സമയത്ത് യൂണിവേഴ്സിന് നമ്മളെക്കാട്ടിലും നല്ല പ്ലാനിങ് ഉണ്ടാവില്ലേ. യെസ്, വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വളരെ യാദൃശികമായിട്ട് നമ്മൾ ഈ സ്ഥലം കാണുന്നത്. സത്യത്തിൽ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ക്രൗഡൊന്നും ഇല്ലാത്ത രീതിയിൽ എൻ്റെ മനസ്സിന് ആഗ്രഹമുള്ള രീതിയിലുള്ളൊരു സ്ഥലമായിരുന്നു അത്. അവിടെ നിന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂറോളം നമുക്ക് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ലൊക്കേഷനൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഈ ചെറിയ വാഗമൺ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. പുതിയൊരു വ്ളോഗുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സീ യു ഓൾ സൂൺ. ബൈ.